السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل لنثبت به فؤادك. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أصحاب الفضيلة والسماحة والفخامة، أخص منهم مفتي الكبير لهذه دولة جمهورية الهند الشيخ أبو بكر أحمد حفظه الله ورعاه، وسائر علمائنا الكرام. تشرفنا في هذه المنصة بخطبة بليغة وجيزة من ضيفنا المفضل رجب سندوركي. رجب سندورك، Islamic Department Head, Qatar Foundation. Rajab Sandur Hafizahullah wara. Ma abha hadhihi al-khutbah wa ma abhara hadhihi al-khutbah. Nashkurukum shukran jazila. Insyaallah natasharraf biistima'i ba'd al-kalimat al-qayyima an-nayira من ضيف المفضل أكسفورد Islamic Department Head അഫീഫി അല്ലതീക്കി ഹഫിളക്കല്ലാഹ് വറആഹ് വറഅകല്ലാഹ്. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹത്തുക്കൾ, സമസ്ത സെന്റിനറി 2026 വളരെ വിപുലമായി നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ആമുഖമായി ഇൻഷാ അല്ലാഹ് 2025 കേരള മുസ്ലിം ജമാഅത്ത് 10ാം വാർഷികം നടക്കും. അതിൻ്റെ പ്രഖ്യാപന സമ്മേളനം ഇൻഷാ അല്ലാഹ് കോഴിക്കോട് കടപ്പുറത്ത് ഫെബ്രുവരി 11 മഹാനായ ശൈഖുന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ പ്രഖ്യാപിക്കുന്നതാണ്. അതിൻ്റെ മുന്നോടിയായി SVS പ്ലാറ്റിനം ഇയർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് പര്യാപ്തമായ ഒരു സ്ഥലം കേരളത്തിൽ കാണാനില്ല എന്ന വസ്തുത. അതുകൊണ്ട് തന്നെയാണ് 3 ദിവസവും പൊതുസമ്മേളനമായി കാണുന്നത്. ഇവിടെ ആലോചിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വാർഷിക മഹാസമ്മേളനം എവിടെയാണ് നടത്തുക, എങ്ങനെയാണ് നടത്തുക? ഒരു ഇലാഹിയായ മദദ് കൊണ്ടല്ലാതെ അത് കഴിയില്ല. ഇത് SYSൻ്റെ ഏതാനും ചില ജില്ലകളിലുള്ള പ്രതിനിധികൾ, സ്ഥിരം പ്രതിനിധികൾ മാത്രമാണ്. അർഹമുർ-റാഹിമായ അല്ലാഹ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാഹ്. ഇവിടെ നടക്കുന്നത് ഹെറിറ്റേജ് കോൺഫറൻസാണ്, പൈതൃക സമ്മേളനം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 145 കോടി ജനങ്ങളിൽ 65% യുവാക്കളാണ്. യുവാക്കൾ ഭൂരിഭാഗം ആളുകളും മോഡേണിസ്റ്റുകളാണ്. അഥവാ പുതിയതിനെ വാരിപ്പുണരുകയും അവരുടെ യുഗമാണ് ആധുനിക യുഗമെന്നും പഴയത് പുരാതനമാണെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പല പല പുതിയതിലും പാഠങ്ങൾ പലതുണ്ട്. പക്ഷേ അതാരും എതിർക്കുന്നില്ല. പക്ഷേ പഴയതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ശരിയല്ല എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഹെറിറ്റേജ്
പൈതൃകം പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ മോഡേണിസത്തിൽ എന്തു ചെയ്തു എന്ന് ബോധ്യപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് വരുമ്പോൾ ഡാർക്ക് ഏജ്, കറുത്ത ഇരുണ്ട യുഗം പറയേണ്ടതില്ലല്ലോ. അവിടെ വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല നിരക്ഷരായിട്ടുള്ളത്, മറിച്ച് ആ സമൂഹം മുഴുവനും ഖുർആൻ പറയുന്നു ഫിൽ ഉമ്മിയീൻ, മക്ക നിവാസികൾ, എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്. സ്വന്തം പേരും എഴുതാനും വായിക്കാനും അറിയാവുന്നവർ 10-16 ആളുകൾ മാത്രമാണ്. അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിക്കാത്ത ഒന്നുമില്ല വഹ്യ് മുഖേന. അഥവാ പള്ളിക്കൂടത്തിൽ പോയി ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഠിച്ച് അത് ഏറ്റുപറഞ്ഞവരല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്തൊന്നും ലോകത്തില്ല എന്നല്ല. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമ് അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ ഒരു ചെറിയ ശിഖരം മാത്രമാണെന്നറിയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു എന്നറിയാമല്ലോ. ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാന വിപ്ലവം മനസ്സിലാക്കുക. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, അൽ ഇൽമു ഷജറ ജുദൂറുഹാ ഫി മക്ക വസാഖുഹാ ഫിൽ മദീന വഫുറൂഹുഹാ ഫിൽ ഇറാഖ് വതിമാറുഹാ ഫി ഖുറാസാൻ. ആ ഡാർക്ക് ഏജിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാന സാഗരത്തിന്, വിജ്ഞാന വിളക്കുമാടത്തിന് തീ കൊളുത്തി നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ അടിവേര് കിടക്കുന്നത് മക്കയിലാണ്. 13 വർഷങ്ങളിൽ അവിടെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. 13 വർഷം കഴിഞ്ഞ് മദീനയിലെത്തി. വസാഖുഹാ ഫിൽ മദീന, 1,24,000 പരം വരുന്ന സ്വഹാബത്തിനെ അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും ലോകത്തിന് റോൾ മോഡലുകളായി സംഭാവന നൽകി. അങ്ങനെ സാഖുഹാ ഫിൽ മദീന, തടിമരം കിടക്കുന്നത് മദീനയിലാണ്. ഹിജറ 40 മുമ്പായി ഇറാഖിലേക്ക് അതിൻ്റെ സന്ദേശങ്ങൾ എത്താൻ തുടങ്ങി. അതോടുകൂടെ തന്നെ ഇറാഖ് വളരാൻ തുടങ്ങി. ആ ഇറാഖ് പിന്നീടത് അല്പം കഴിഞ്ഞപ്പോൾ ഖുറാസാനിലെത്തി. സോവിയറ്റ് ഉണ്ടായിരുന്ന റഷ്യയുടെ പല ഭാഗങ്ങളിലേക്ക്, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള ധാരാളം ഇറാൻ്റെ ഭാഗങ്ങളിലേക്ക് മഹാനായ യാഖൂത്തുൽ ഹമ്മവി റളിയല്ലാഹു തആല തങ്ങൾ മുഅ്ജമുൽ ബുൽദാനിൽ ഖുറാസാനെ വിശദീകരിക്കുന്നത് മാ ബൈനൽ ഹിന്ദി വൽ ഇറാഖ് ഇക്രീമുൻ കബീർ, വലിയ രാജ്യം. അവിടെയാണ് സിമാറുഹാ ഫി ഖുറാസാൻ, ഇസ്ലാമിൻ്റെ കായികനികൾ. നമ്മുടെ മുഹദ്ദിസുകളാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർബദി, ഇമാം ഇബ്നു മാജ, അങ്ങനെ തുടങ്ങിയ മുഹദ്ദിസുകളൊക്കെ, അബൂ മൻസൂർ മാതുർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ഗസാലി ഇമാം തൊട്ട് അങ്ങനെ തുടങ്ങിയ അയിമ്മത്തുകളൊക്കെയും ഖുറാസാൻകാരാണല്ലോ. ബുഖാരി സാദാത്തുക്കളും താജുൽ ഉലമയും ഖുറാസാനിൽ നിന്നാണല്ലോ. അങ്ങനെ ധാരാളം ഉലമാക്കൾ ഇവിടങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് താരീഖ് ഇമാം ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു തആല തങ്ങൾ രചിച്ച താരീഖ് ബഗ്ദാദ് 16 വാള്യമാണ്. ആ 16 വാള്യത്തിൽ 8000-ഓളം ലോകപ്രശസ്തരായ പണ്ഡിതന്മാരെ എത്ര കുറഞ്ഞ കാലം കൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാന വിപ്ലവത്തിലൂടെ ലോകത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. മഹാനായ ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു തആല തങ്ങൾ 392 ജനിച്ച് 463 മരിക്കുന്നത്. മഹാൻ അബൂ ജഅഫർ റളിയല്ലാഹു ഹാറൂൺ റഷീദ് രാജാവ് ഭരണമേറ്റെടുക്കുമ്പോൾ 170. ആ കാലം തൊട്ടുള്ള
കുറഞ്ഞ ബഗ്ദാദിൻ്റെ മാത്രം പണ്ഡിതന്മാരാണ് 7783 പണ്ഡിതന്മാരെ ലോകപ്രശസ്തരായ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹത്തുക്കളെ. ഇതിൽ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ ആലം തങ്ങൾ പെട്ടിട്ടില്ല. മഹാനായ ഇമാം സുൽത്താൻ ആരിഫിൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല തങ്ങൾ പെട്ടിട്ടില്ല. അവരൊക്കെ ഹിജ്റ 470 ശേഷമാണല്ലോ ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ ഹം തങ്ങൾ. അതിന് ശേഷമാണല്ലോ മഹാനായ സുൽത്താൻ ആരിഫിൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു. അതിൻ്റെ മുമ്പുള്ള മഹത്തുക്കളുടെ ചരിത്രമാണ് 16 വാള്യങ്ങളിൽ 9870 പേജുകളിൽ. ഇനി അതുപോലെ തന്നെ താരീഖ് ദിമിഷ്ക് സിരിയയുടെ തലസ്ഥാനമായ അത് 80 വാള്യങ്ങളാണ്. അതിൽ 6 ഭാഗം ഇൻഡെക്സാണ്. 74 ഗ്രന്ഥങ്ങളാണ്. അവ എഴുതിയത് 10222 ഉലമാക്കളാണ്. 36244 പേജ്. താരീഖുൽ ഉലമായിൽ 61 വാള്യങ്ങൾ. ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഹെറിറ്റേജ് എന്തായിരുന്നു? ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടുത്തുയർത്തിയ ആ വിജ്ഞാന വിപ്ലവങ്ങൾ. ഇതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും എത്ര വളർന്നാലും ഉയർന്നാലും നമുക്ക് പുതിയത് നമുക്ക് അംഗീകരിക്കേണ്ടോടത്ത് അംഗീകരിക്കാം. അതുപോലെ ChatGPT നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ പലതും നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ പൈതൃകങ്ങൾ നമ്മുടെ ആദർശത്തിൽ നമുക്കൊരിക്കലും പരിഷ്കരിക്കാൻ കഴിയില്ല. നമ്മുടെ ആശയങ്ങൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. എത്ര കാലം കഴിഞ്ഞാലും സൂര്യൻ മാറുകയില്ല, ചന്ദ്രൻ മാറുകയില്ല. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അതൊരിക്കലും അണുമണി തൂക്കം ഒരു തലക്കുള്ള ഭേദഗതികൾക്കും ആവശ്യമായി വരില്ല. ഈ ഹെറിറ്റേജ് നമ്മൾ പഠിക്കുക എന്നത് അത് നമുക്ക് അനിവാര്യമാണ്. മൻ ലൈസ ലഹു മാദിൻ ലൈസ ലഹു ഹാദിറുൻ വലാ മുസ്തഖ്ബിൽ. ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാതിരുന്നാൽ അവനിക്ക് പ്രസൻറ്റോ അവനിക്ക് ഫ്യൂച്ചറോ അവനിക്ക് തിട്ടപ്പെടുത്താൻ അവനിക്ക് സാധ്യമല്ലെന്ന മഹൽ വചനം നിങ്ങൾ ഓർക്കണം. മാത്രമല്ല മം അഖ്ബാറ മം മളാ അല്ലാ ഫൈലാ ഉംരിഹി അഅ്മാറ മം മളാ. പഴയതിനെ തള്ളിക്കളയാതെ പഴയതും പുതിയതും കൂടി ചേർത്ത് വെക്കണം. ഇവിടെ മഹാനായ സുൽത്താൻ ഉമർ കാന്തപുരം ഉസ്താദ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള, ഒന്നുകൂടി പറഞ്ഞാൽ 1/2 നൂറ്റാണ്ടിലേറെ കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയ ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താൻ ഉമർ കാന്തപുരം ഉസ്താദ് മാത്രമാണ്. ഹഫിളഹുല്ലാഹ് വറഅഹ. പകരം വെക്കാൻ ലോകത്ത് മറ്റാരുമില്ലെന്ന വസ്തുത അതിന് മുമ്പ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയ മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് 70 കൊല്ലത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് നേതൃത്വം നൽകിയ മഹാനാണ്. ആ പ്രവർത്തിച്ചു നിന്ന മഹാനാണ്. ആ നഗരിലാണ്, ആ പേരിലാണ് ഇന്ന് ഈ മഹത്തായ സമ്മേളനം നടക്കുന്നത്. അവരുടെ സംയുക്ത കൃതികൾ നമ്മൾ വാങ്ങണം, വായിക്കണം. അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ മഹാനായ സുൽത്താൻ ഉമർ കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വം ആത്മകഥ വായിച്ചാൽ നമ്മുടെ ആയുസ്സും അതിലേക്ക് കൂട്ടിച്ചേർത്താൽ നമുക്ക് അവരുടെ ആയുസ് കിട്ടി. മം വഅ അഖ്ബാറ മം മളാ അല്ലാ ഫൈലാ ഉംരിഹി അഅ്മാറ മം മളാ. പൂർവികളുടെ മഹത്വക്കളുടെ ചരിത്രങ്ങൾ, ആത്മകഥകൾ, ബയോഗ്രഫികൾ, ഓട്ടോഗ്രഫികൾ അത് വായിക്കുമ്പോൾ, അത് ഉൾക്കൊള്ളുമ്പോൾ, എന്നിട്ട് നമ്മുടേതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് സുൽത്താൻ ഉമർ കാന്തപുരം ഉസ്താദ് ആ 85 വർഷം മുമ്പ് ഒരു ചെറ്റക്കുടിൽ നിന്ന് ഇത്ര യതീമായി പ്രാരാബ്ദങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പകരക്കാരനില്ലാത്ത ഒരു നേതൃത്വമായി മാറാൻ കഴിഞ്ഞത്. ലോകത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ പകരം വെക്കാൻ ഇത്രമാത്രം വിദേശ ഗവൺമെൻറ്റുകൾ ആദരിക്കുന്ന ഒരു പണ്ഡിതനെ ലോകത്ത് കാണാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണല്ലോ. അതാണ് മൻ വഅ മം മളാ അല്ലാ ഫൈലാ ഉംരിഹി അഅ്മാറ മം മളാ. പൂർവികരുടെ ചരിത്രങ്ങളും പഠിക്കുക, എന്നിട്ട് നമ്മുടേത് കൂട്ടിച്ചേർക്കുക. മാത്രമല്ല വമൻ വറഖ മുഅ്മിനൻ ഫകഅന്നമാ അഹ്യാ വമൻ ഖറ താരീഖഹു ഫകഅന്നമാ സാറ. മഹാനായ ഇമാം ഇമാം ബിഗത്തുൽ മുർഷദീസിൽ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ബിത്തൗബീഖ് ലിമൻ ദമ്മ അഹ്ല താരീഖ് എന്ന കിതാബിലും കാണാം. മൻ വറഖ മുഅ്മിനൻ ഫകഅന്നമാ അഹ്യാ. SVSൻ്റെ
ചരിത്രം ഉൾക്കൊള്ളുന്ന SVSൻ്റെ വാർഷിക പതിപ്പുണ്ട്. നമ്മുടെ നേതാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെയും വാങ്ങണം. അങ്ങനെ ചരിത്രങ്ങൾ എഴുതിയാൽ കിട്ടുന്നത് എന്താണ്? ഫകഅന്നമാ അഹ്യാ, അവർക്ക് ജീവൻ നൽകിയതിന് സമാനമാണ്. വമൻ ഖറ താരീഖഹു ഫകഅന്നമാ സാറഹു, ആ താരീഖ് വായിച്ചാൽ അവർ സിയാറത്ത് ചെയ്തതിന് തുല്യമാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഇത് ഹയാത്താക്കിയാൽ ജനങ്ങൾ മുഴുവനും ഹയാത്താക്കുന്നതിന് എത്രമാത്രം തുല്യമാണ്. വമൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ചു എന്ന കാര്യം തീർച്ചയാണ്. നിങ്ങൾ എന്നെ സന്ദർശിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക, അതെൻ്റെ മര്യാദയാണ്, പ്രാഥമിക മര്യാദയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, സ്വാലിഹീങ്ങളെ കുറിച്ച് പഠിക്കുക, അവരുടെ ചരിത്രം മാതൃകയാക്കുക, അവരെ കണ്ടുലായിക്കല്ലതിന് ഹദാഹുമുല്ലാഹ് ഫബിഹുദാ മുഖ്തദി, ജീവിതത്തിൽ പകർത്തുക. അപ്പം അവർ നമ്മളെ സ്നേഹിക്കും, ബഹുമാനിക്കും. വീണ്ടും ധാരാളം കാണാം. മഹാനായ സയ്യിദു തായിഫ അബുൽ ഖാസിം ജുൽ ബഗ്ദാദി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയായി, അൽ ഹികായത്തു ജുൻദും മിൻ ജുനൂദില്ലാഹി അസ്സ വജല്ല, പൂർവീകരുടെ മഹൽ വചനങ്ങളെന്ന് പറയുന്നത് അത് മിലിറ്ററിയാണ്, അത് പട്ടാളമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 145 കോടി ജനങ്ങൾ സുരക്ഷിതരായി കഴിയുന്നു എന്ന് അവകാശപ്പെടുന്നത് ഇന്ത്യൻ ഡിഫൻസ് സദാസമയത്തും ജാഗരൂകരായി അതിരുകൾ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ വൈദേശികർ വന്ന് എത്ര പെട്ടെന്ന് നമ്മുടെ രാജ്യം തകർത്തു പോകും. എന്നാൽ ആ കാവൽ ഭടന്മാരെ പോലെ കാണണം നമ്മുടെ പൂർവീകരെന്ന് മനസ്സിലാക്കണം, അവരുടെ മഹൽ ഭജനങ്ങളെന്ന് മനസ്സിലാക്കണം, അവരുടെ ചരിത്രങ്ങളെന്ന് മനസ്സിലാക്കണം. യുഖവ്വി ബിഹാ ഈമാനൽ മുരീദീൻ, അതിലൂടെയാണ് ശിഷ്യന്മാരുടെ ഈമാന് പവർഫുള്ളാക്കി മാറ്റുന്നത്, സ്ട്രോങ് നൽകുന്നത്. ഇത് പറഞ്ഞു സബ്ബിതുല്ലാഹു ബിഹാ ഖുലൂബ ഔലിയാഇഹി, മറ്റൊരു വാത്തിൽ കാണാം ഔലിയാക്കളുടെ ഈമാന് സ്ഥിരത നൽകുന്നത്. ഫഖീല ലഹു ഹൽ ലിഹാദാ മിൻ ഷാഹിദ്, ഇത് പറഞ്ഞപ്പം മഹാനുകൾ നിങ്ങളങ്ങ് പറഞ്ഞ് ഓവറായി പോകുന്നുണ്ടോ? നിങ്ങൾ എന്താപ്പം പറഞ്ഞത്? മഹൽ വസ്തുക്കളുടെ ചരിത്രങ്ങൾക്ക് ഇത്രമാത്രം സ്വാധീനമുണ്ടെന്നോ? ഇന്ത്യൻ മിലിറ്ററിയുടെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഡിഫൻസിന് തുല്യമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? മഹാനായ ജുനൽ ബഗ്ദാദി റളിയല്ലാഹു, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലോ, മഹാനുകൾ പറഞ്ഞ ഖാല നഅം, അതേ ഞാൻ മനഃപൂർവ്വം പറയുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിത ബിഹി ഫുആദക്, സൂറത്ത് ഹൂദ് 120-ാമത്തെ ആയത്ത് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ഖുർആൻ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ 1000-ലേറെ ചരിത്രങ്ങളാണ് കാണുന്നത്. എന്തുകൊണ്ട് അതേ ഹുക്കുമുകൾ കാണുന്നത് 500 മാത്രമാണ്? വ്യക്തമായി കാണുക. അതേ സ്ഥാനത്ത് ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി, ഖുർആനില്ലാത്ത വിജ്ഞാന ശാഖകളൊന്നും ലോകത്തില്ലേയില്ല. പക്ഷേ വ്യക്തമായി പറയുന്ന 500 ഹുക്കുമുകളാണ്. എന്നാൽ ഖുർആനിൽ വ്യക്തമായി 1000 ചരിത്രങ്ങൾ പറഞ്ഞതായി കാണാം. ഇടയ്ക്കിടെ ചരിത്രങ്ങൾ എത്ര സൂറത്ത് മുഹമ്മദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്തുൽ അംബിയ, ഇനി ഔലിയാക്കളുടെ ചരിത്രങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ, വലിയാത്തുകളുടെ ചരിത്രം സൂറത്ത് മറിയം. എന്തിനാണ് ഇങ്ങനെ ചരിത്രങ്ങൾ പറയുന്നത്? വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ നുസബ്ബിത ബിഹി മാ നുസബ്ബിതു ബിഹി ഫുആദക്, നബിയെ തങ്ങൾക്ക് ഈ ചരിത്രങ്ങളൊക്കെയും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എപ്പോഴും നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ്, നമ്മുടെ ഈമാൻ പവർഫുൾ ആവാനാണ്. ആയതുകൊണ്ടാണ് ഹെറിറ്റേജ് സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണ്. ഈ ഹെറിറ്റേജ് മറന്നതുകൊണ്ടാണ് നമ്മുടെ ചരിത്രങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ കഴിഞ്ഞുപോയത് പുരാതനികമായി കാണുമ്പോൾ ഓരോ ഹെറിറ്റേജിലും 1000 പാഠങ്ങളുണ്ടാകും. ഇന്ന് ലോകത്ത് പിരിമഡ് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്, മദായിനുസാനി നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്, കിസ്ര കൊട്ടാരം നൽകുന്ന സന്ദേശങ്ങൾ എന്താണ്, എന്നാൽ ഓരോ മക്ബറകളും നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്, ഓരോ പഴയ വീടുകൾ നൽകുന്ന സന്ദേശങ്ങൾ, അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ ഭാഷകൾ, അവിടുത്തെ സ്വഭാവങ്ങൾ, അവിടുത്തെ കൾച്ചറുകൾ, അങ്ങനെ തുടങ്ങി പലതിലേക്കും അത് വെളിച്ചം വീശുന്നതാണ്. അത് സംരക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. 2004 പരിശുദ്ധമായ ഹജ്ജിന് ചെന്നപ്പോൾ പരിശുദ്ധമായ റൗളയുടെ പരിസരത്ത് മഹാനായ അലിയുൽ റളിയല്ലാഹു അൻഹു, കേരളത്തിൽ ഇന്ന് കാണുന്ന ധാരാളം ബഅലവി സാദ
സാദാത്തുക്കൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പകരമകനാകുന്ന സയ്യിദ് ശബാബി അഹ്ൽ ജന്ന സൈന ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് മഹാനായ സയ്യിദ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് ജാഫറുസ് സാദിഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് അലിയുൽ ഉറൈദ് റളിയല്ലാഹു അൻഹു, മൂസൽ കാലിം റളിയല്ലാഹു അൻഹു. മൂസൽ കാലിം റളിയല്ലാഹു അൻഹു അലിയുൽ ഉറൈദ് റളിയല്ലാഹു അൻഹു ജ്യേഷ്ഠ സഹോദരനാണ്. മൂസൽ കാലിം റളിയല്ലാഹു അൻഹു സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ബുഖാരി സാദാത്തുക്കൾ. എന്നാൽ അലിയുൽ ഉറൈദ് റളിയല്ലാഹു തആല തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് കേരളത്തിലെ ബഹുഭൂരിഭാഗം അഹ്ലു ബൈത്തും ഇവിടെയുള്ള എല്ലാ സാദാത്തുക്കളും. എന്നാൽ അവരുടെ ഉപ്പ അലിയുൽ ഉറൈദ് റളിയല്ലാഹുവിൻ്റെ മഖ്ബറ രാത്രി 12 മണിക്ക് ശേഷം ഈ വിനീതൻ ചെന്ന് സിയാറത്ത് ചെയ്ത് ഓർക്കുകയാണ്. പിറ്റത്തെ റജബിലെത്തിയപ്പോൾ അതവിടെ കാണാനില്ല. അങ്ങനെ ഓരോ കൊല്ലങ്ങളും ഹെറിറ്റേജുകളും പൈതൃകങ്ങളും നശിപ്പിക്കുമ്പോൾ എന്തിനേറെ നമ്മുടെ പൂർവികർ നമ്മുടെ ഭരണഘടനാ ശില്പികളെ കുറിച്ച് വിമർശിച്ച് പരാജയ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മുടെ രാഷ്ട്രശില്പികളെ ചെറുതായി കൊച്ചായി കാണുമ്പോൾ ഇതാണ് ഇന്ന് അനുഭവിക്കുന്ന പരാജയങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉദ്ഘാടന ഭാഷത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുക. അങ്ങനെ ലോകത്ത് പൈതൃകം കാത്തു സൂക്ഷിക്കുന്നവർ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ മാത്രമാണ് എന്ന സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട്, അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ അടിത്തറയും. ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മസാറുകൾ, അവരുടെ ചരിത്ര സ്മാരകങ്ങൾ അതെല്ലാം വായിക്കുക, ഉൾക്കൊള്ളുക, പാഠം ഉൾക്കൊള്ളുക. അർഹമുർ-റഹീമായ അല്ലാഹ് എല്ലാ അർത്ഥത്തിലും നീ വിജയികൾപ്പെടുത്തണേ അല്ലാഹ്, പരാജയപ്പെടുത്തല്ല അല്ലാഹ്.